My dear students and my dear well wishers, today I am coming to you with some PSC tips. Particularly, it's based on English, general English. It is one of the important parts of PSC questions. 20 marks you can expect from general English. PSC, basically, PSC is not going beyond some basic structures. They stick to some fields alone, preposition, phrasal verbs, the application of some structures, reported speech, some structures alone. There is no comprehension or something to check the vocabulary and the comprehension skill of the aspirants, PSC aspirants. And if you practice them continuously, these questions continuously, you can score very nice marks. But you want to understand some basic structures and the basic rules in grammar, and also your vocabulary should be very strong. If your vocabulary and your grammar is very strong, 100%, you can score very nice marks in PSC examinations. അപ്പോൾ എന്തൊക്കെയാണ് ആ പി എസ് സി എക്സാമിനേഷൻ നമ്മൾ പ്രത്യേകിച്ചും ഹാൻഡിൽ ചെയ്യുമ്പോൾ ബേസിക്കലി പി എസ് സി അതിൻ്റെ ആ ഒരു അവരുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അപ്പുറത്തേക്ക് പോകാറില്ല. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില പ്രത്യേക പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അവർ ആവർത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്തിരുന്നാൽ, പല ജില്ലകളിലെയും ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്തിരുന്നാൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നാൽ മിക്കവാറും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകളാണ് അവർ തയ്യാർ ചെയ്യുക. അവിടെ നിങ്ങളുടെ വൊക്കാബുലറി ഒരു ചെറിയ സ്റ്റാൻഡേർഡുള്ള വൊക്കാബുലറി നിങ്ങൾക്കുണ്ടായിരിക്കണം. പിന്നെ കുറച്ച് ഗ്രാമർ സ്ട്രക്ചറുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ മാത്രമാണ് പി എസ് സി ചോദ്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ 10 ചോദ്യങ്ങൾ അതെങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം, അതിൻ്റെ ഉത്തരങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ആദ്യത്തെ ചോദ്യം, നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. പീപ്പിൾ മേക്ക് വൈൻ ഡാഷ് ഗ്രേപ്സ്. പീപ്പിൾ മേക്ക് വൈൻ ഡാഷ് ഗ്രേപ്സ്. അപ്പോൾ 4 ഓപ്ഷൻ അവിടെയുണ്ട്. പ്രിപ്പോസിഷനാണ് ആൻസർ കൊടുക്കേണ്ടത്. ഫോർ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ അവിടെയുണ്ട്, ബൈ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ അവിടെയുണ്ട്, ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ അവിടെയുണ്ട്, അതുപോലെ തന്നെ വിത്ത് എന്നറിയപ്പെടുന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ റൈറ്റായിട്ടുള്ള ഉത്തരം, കറക്റ്റായിട്ടുള്ള ഉത്തരം ഫ്രം ആണ്. കാരണം ഈ മേക്ക് എന്നോടൊപ്പം 2 പ്രിപ്പോസിഷനുകൾ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ഓഫാണ്, മെയ്ഡ് ഓഫ് അല്ലെങ്കിൽ മേക്ക് ഓഫ്, അത് വരാം. അതുപോലെ തന്നെ മേക്ക് ഫ്രം, മെയ്ഡ് ഫ്രം വരാം. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയുക? അപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ചേഞ്ച്, അതായത് അതിൻ്റെ ഷേപ്പ് തന്നെ, അപ്പോൾ ഒരു സാധനം ഉപയോഗിക്കും, അതിൻ്റെ ഷേപ്പ് തന്നെ മാറ്റിയിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ബേസിക്കലായിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള മാറ്റം, ഒരു പെർമനൻറ്റ് ചേഞ്ച് അതിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ ഫ്രം വേണം കൊടുക്കാൻ. അപ്പോൾ ദ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡാണ്, അല്ല ടേക്ക് വുഡാണ്, അല്ലെങ്കിൽ ബ്രസീലിയൻ വുഡാണ്. അപ്പോൾ അവിടെ ഓഫാണ് കൊടുക്കുക, കാരണം അവിടെ തടി എന്ന് പറയുന്ന അതിൻ്റെ ബേസിക്കൽ സ്ട്രക്ചറിൽ തന്നെയാണുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മേക്ക് ഓഫ് കൊടുക്കേണ്ടി വരും. ഇവിടെ ഒരു പെർമനൻറ്റ് ചേഞ്ച് ഹാസ് ടേക്കൻ പ്ലേസ്, സോ യു ഹാവ് ടു അപ്ലൈ ദർ ഫ്രം ഇസ് റൈറ്റ് ആൻസർ ദർ. അപ്പോൾ ശ്രദ്ധിക്കുക, സ്ഥിരമായിട്ടൊരു ചേഞ്ച്, പെർമനൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം അതിനുണ്ടായിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഷേപ്പിൽ നിന്നും ഒക്കെ അതിന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത് ഫ്രം ആണ്. ഒരു താൽക്കാലിക മാറ്റം മാത്രമാണ്, അതിൻ്റെ ബേസിക്കലായ സ്ട്രക്ചറിൽ അത് തുടരുന്നു എങ്കിൽ ഓഫുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ മേക്ക് ഓഫും ഫ്രമും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അടുത്ത ഒരു ചോദ്യമായിട്ടുള്ളത് ദ സിനോണിം ഓഫ് ദ വേർഡ് ഒഡേഷ്യസ്. അവിടെ ഒഡേഷ്യസ് എന്ന് പ്രൊനൗൺസ് ചെയ്യാതിരിക്കുക, അത് ഞാൻ പറയുന്നു. ഒഡേഷ്യസ് എന്ന് പ്രൊനൗൺസ് ചെയ്യുക. നമ്മുടെ ഇടയിലുള്ള ഒരു മോശം പ്രവണതയാണ് ഇഷ്യ എന്ന് പ്രൊനൗൺസ് ചെയ്യുക. അത് ഷ കൊടുക്കുക, ഇഷ്യ വേണ്ട, ഷ മതി, ഒഡേഷ്യസ്. അപ്പോൾ എന്താണ് ഒഡേഷ്യസിൻ്റെ മീനിങ് എന്നുള്ളത്? AUDACIOUS. ഇവിടെ 4 ഓപ്ഷൻ ഉള്ളത്. ഒന്ന് യൂസ്ലെസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഫൂളിഷ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്,
ബോൾഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ക്രേസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് സാധനങ്ങൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ചെക്ക് ഔട്ട് ചെയ്ത് കളയാൻ കഴിയുന്ന ഓപ്ഷനാണ്. എന്തായാലും യൂസ്ലെസ്സും ഫൂളിഷും ഏകദേശം സെയിം ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന രണ്ട് ഓപ്ഷൻസാണ്. നമുക്കതിനെ പുറന്തള്ളാം. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു ക്രക്സ് എന്ന് പറയുന്ന സാധനം ബോൾഡ് ആൻഡ് ക്രേസിയാണ്. ബോൾഡ് ആൻഡ് ക്രേസി, ആ രണ്ട് ഓപ്ഷനിലേക്ക് നമ്മൾ പോവാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഓഡാസിറ്റി. വാട്ട് ഈസ് ഓഡാസിറ്റി? ഓഡാസിറ്റി എന്ന് പറഞ്ഞാൽ ധീരതയാണ്. ഒഡാസിറ്റി. അപ്പോൾ ഒഡാസിറ്റി എന്ന് പറയുന്ന സാധനം ധീരതയാകുമ്പോൾ then ഓഡേഷ്യസ് എന്നുള്ളത് നിങ്ങൾക്ക് ബോൾഡിലേക്ക് പോകാം. അവിടെ ഉത്തരം ബോൾഡാണ്, റൈറ്റ്. അപ്പോൾ അവിടെ കറക്റ്റായിട്ടുള്ള ഉത്തരം ബോൾഡാണ്. നെക്സ്റ്റ് വൺ, ഹി ഡാഷ് ഹിസ് ഫാദർ. ഹി ഡാഷ് ഹിസ് ഫാദർ എന്നുള്ളതാണ്. ഹി ഡാഷ് ഹിസ് ഫാദർ. അവിടെ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ഫ്രൈസൽ വെർബാണ്. ഫ്രൈസൽ വെർബിൻ്റെ 4 ഓപ്ഷൻ ഇവിടെയുള്ളത്. ഒന്ന് ടേക്സ് ആഫ്റ്റർ കൊടുത്തിട്ടുണ്ട്, ഗിവ് ഔട്ട് കൊടുത്തിട്ടുണ്ട്, പാസ് ബൈ കൊടുത്തിട്ടുണ്ട്, ടേൺ ഓവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഉത്തരം ആദ്യമേ തന്നെ പറയുന്നു. സാദൃശ്യം എന്നുള്ള വളരെ കറക്റ്റായിട്ടുള്ള ചിപ്പ് ഓഫ് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഡിയമായിട്ട് വരുമ്പോൾ ചിപ്പ് ഓഫ് ഓൾഡ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ അതേ തനിപ്പകർപ്പ് അല്ലെങ്കിൽ അമ്മയുടെ തനിപ്പകർപ്പിനെയൊക്കെയാണ് നമ്മൾ ചിപ്പ് ഓഫ് ഓൾഡ് ബ്ലോക്ക് എന്ന് വിളിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫ്രൈസൽ വെർബിലേക്ക് അത് പോകുമ്പോൾ സാദൃശ്യത്തെ കാണിക്കാൻ, ആ റിസിംബ്ലൻസിനെ കാണിക്കാൻ നിങ്ങൾക്ക് ടേക്സ് ആഫ്റ്റർ കൊടുക്കാം. പിന്നെ മറ്റുള്ള 2 ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഗിവ്സ് ഔട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട് എന്നൊരു മീനിങ്ങിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ദെൻ കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് അങ്ങനെ ഒരു മീനിങ്ങിൽ ഈ ഗിവ് ഔട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഗിവ് ഔട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് എന്നൊരു മീനിങ് അവിടെയുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ്, റൺ ഔട്ട് എന്നൊക്കെ ഉള്ള സാധനം നമുക്ക് കൊടുക്കാവുന്നതാണ് അവിടെ. അപ്പോൾ അവിടെ ഗിവ് ഔട്ട് ആ ഒരു മീനിങ്ങിലാണുള്ളത്. പിന്നെ പാസ് ബൈ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പാസ് ബൈയുടെ മീനിങ് ഇസ് വെരി സിമ്പിൾ, ഹാപ്പൻ വിത്തൗട്ട് എനി നോട്ടീസ്. വളരെ പെട്ടെന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ കടന്നു പോകുന്നതിനാണ് പാസ് ബൈ എന്ന് പറയുക, ഹാപ്പൻ വിത്തൗട്ട് എനി നോട്ടീസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം അവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് പാസ് ബൈ. അപ്പോൾ ദിസ് ഇൻസിഡൻറ്റ് പാസ്ഡ് ബൈ കണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാതെ കടന്നുപോയ ഒരു സംഗതിയായിരുന്നു എന്ന് കാണിക്കാനാണ് പാസ് ബൈ കൊടുക്കുക. പിന്നീട് അടുത്ത ഓപ്ഷൻ ഉള്ളത് ടേൺ ഓവറാണ്. ടേൺ ഓവറിന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടേൺ ഓവറിന് ബിസിനസ്സുമായിട്ടൊക്കെ വരുമ്പോൾ വിറ്റുവരവിനെ നമ്മൾ ടേൺ ഓവർ എന്ന് വിളിക്കാറുണ്ട്, വിറ്റുവരവ്. അപ്പോൾ ഫ്രൈസൽ വെർബിൽ ഇത് കൊടുക്കുമ്പോൾ അതിന് ഹാൻഡഡ് ഓവർ, കൈമാറ്റം, അതുപോലെ തന്നെ സ്റ്റാർട്ട് സംതിങ്, ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കും ടേൺ ഓവറിൻ്റെ മീനിങ്ങിൽ. അപ്പോൾ അതാണ് അവിടെയുള്ളത്. പിന്നീട് അടുത്തൊരു പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹി ഗോസ് ഡാഷ് സ്കൂൾ അറ്റ് 9 AM. അപ്പോൾ ഹി ഗോസ് ഡാഷ് സ്കൂൾ അറ്റ് 9 AM എന്നൊരു ചോദ്യമാണ്. എവറി ഡേ അവിടെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ടു കൊടുത്തിട്ടുണ്ട്, വിത്ത് കൊടുത്തിട്ടുണ്ട്, ഫോർ കൊടുത്തിട്ടുണ്ട്, ബൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക ഗോസ് ടു ആണ്. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ പ്രോപ്പറായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ അവിടെ ഉണ്ടെങ്കിൽ, ഡെസ്റ്റിനേഷൻ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടു കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു അറൈവൽ, പോയിന്റ് ഓഫ് അറൈവൽ അവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ടു കൊടുക്കാം. ചിലപ്പോൾ ടുവേർഡ്സ് വരാറുണ്ട്. അപ്പോൾ എന്താണ് ടൂവും ടുവേർഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാം. അപ്പോൾ ഈ ടൂവും ടുവേർഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ടുവേർഡ്സിൽ ഒരു വ്യക്തമായിട്ടൊരു എയിം ഉണ്ടാവില്ല, അവിടെ ഒരു അറൈവൽ പോയിന്റ് ഉണ്ടാവില്ല. ഹി ഗോസ് ടുവേർഡ്സ് ദ ഹൊറൈസൺ. അപ്പോൾ അവിടെ ഹൊറൈസൺ എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് അല്ല. അവിടെ ഒരിക്കലും അയാൾക്ക് ഹൊറൈസൺ എന്ന് പറയുന്ന സാധനം ഇമാജിനറിയാണ്, അവിടെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ടുവേർഡ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു അറൈവൽ പോയിന്റ്, ഒരു ഫിക്സഡ് അറൈവൽ പോയിന്റ് ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹി ഗോസ് ടുവേർഡ്സ് ദ ഹൊറൈസൺ അല്ലെങ്കിൽ ഹി ഗോസ് ടുവേർഡ്സ് ദ സൺസെറ്റ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ടുവേർഡ്സ് ഉപയോഗിക്കുക. അഗൈൻ ഞാൻ പറയുന്നു, ദ റൈറ്റ് പ്രിപ്പോസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ടുവേർഡ്സ് ആണ് കൊടുക്കേണ്ടത്. പർട്ടിക്കുലർ എയിം മെൻഷൻ ചെയ്യാത്തപ്പോൾ നിങ്ങൾ ടുവേർഡ്സ് കൊടുക്കുക. അല്ലാത്ത സമയത്ത് എയിം ഒരു അറൈവൽ പോയിന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ടു കൊടുക്കുക.
മറ്റൊന്ന് ഹീസ് സീനിയർ ഡാഷ് മീ. അവിടെയും അതും പ്രിപ്പോസിഷൻ തന്നെയാണ്. ഹീസ് സീനിയർ ഡാഷ് മീ. അപ്പോൾ ആ പ്രിപ്പോസിഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് എല്ലാം അതിനെ ഗ്രീക്ക് ഒറിജിനേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ്. സാധാരണയായിട്ട് നമ്മൾ ബിഗർ, ലാർജ്, ലാർജർ ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ സീനിയർ, ജൂനിയർ, മേജർ, മൈനർ, സുപ്പീരിയർ, ഇൻഫീരിയർ, പ്രിഫർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. പ്രിഫർ, സുപ്പീരിയർ, മേജർ, മൈനർ. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ ഗ്രീക്ക് ഒറിജിനേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. ഈ ORഉം ERഉം ആരും ചേർത്ത് കൊടുത്തതല്ല, നാച്ചുറലി അതിനോടൊപ്പമുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെ നാച്ചുറലി ഉള്ള സംഗതികളാണ് എങ്കിൽ, നാച്ചുറലി OR അതിൽ തന്നെ പിടിപ്പിച്ചിട്ടുള്ള വേർഡുകളാണെങ്കിൽ അവിടെ ദാനിന് പകരം, അതായത് കമ്പാരിസണിൽ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ അവിടെ ദാനിന് പകരം നിങ്ങൾ 2 കൊടുക്കേണ്ടത്. സീനിയർ 2, മേജർ 2, മൈനർ 2, ഇൻഫീരിയർ 2, സുപ്പീരിയർ 2, അതുപോലെ തന്നെ പ്രിഫർ 2, എൽഡർ 2. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നിങ്ങൾ 2 ആണ് കൊടുക്കേണ്ടത്. ഇതൊക്കെ ഗ്രീക്ക് ഒറിജിനേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പാരിസൺ ഉണ്ടാകുമ്പോൾ ഇത് കൊടുക്കുക. അതിന് മറ്റൊരു വേർഡിലേക്ക് നമ്മൾ പോകുന്നത് അവിടെയും പ്രിപ്പോസിഷനാണ് ഉള്ളത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് വളരെ കൂടുതൽ പ്രിപ്പോസിഷൻ ചോദിച്ചിരിക്കുന്നു. ഐ വാസ് ഡിലൈറ്റഡ് ഡാഷ് ഹിസ് അൺഎക്സ്പെക്റ്റഡ് അറൈവൽ. ഐ വാസ് ഡിലൈറ്റഡ് ഡാഷ് ഹിസ് അൺഎക്സ്പെക്റ്റഡ് അറൈവൽ എന്നൊരു ചോദ്യമാണ്. അപ്പോൾ അവിടെയുള്ള റൈറ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അറ്റ് വേണം നിങ്ങൾ കൊടുക്കാൻ. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഡിലൈറ്റഡിനോടൊപ്പം കൊടുക്കേണ്ടത്, ഡിലൈറ്റിനോടൊപ്പം സന്തോഷപ്രദമായ ഒരു വേർഡാണത്. അപ്പോൾ അതിനോടൊപ്പം നിങ്ങൾ കൊടുക്കേണ്ടത് അറ്റാണ്. ഡിലൈറ്റഡ് അറ്റ് ഹിസ് അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ ചില സമയത്ത് വിത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ ഈ വിത്ത് കൊടുക്കുക? അപ്പോൾ വിത്തെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു പെർട്ടിക്കുലറായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യാം, ന്യൂസും ഈവൻറ്റും അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കവിടെ വിത്ത് കൊടുക്കാം. ഒരു ന്യൂസോ ഈവൻറ്റോ ആണ് അവിടെ ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ് തന്നെ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഡിലൈറ്റഡ് ടു ചിലപ്പോൾ വരാറുണ്ട്. ഡിലൈറ്റഡ് ടു കം തന്നെ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ അതൊരു വെർബിനെയാണ് മെൻഷൻ ചെയ്തെന്നുണ്ടെങ്കിൽ ഡിലൈറ്റഡ് ടു കം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിലൈറ്റഡ് ഇൻ കൊടുക്കാറുണ്ട്. ഡിലൈറ്റഡ് ഫോർ യു, അത് നമ്മൾ മറ്റൊരാളെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ ഡിലൈറ്റഡ് ഫോർ യു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഐ ആം ഡിലൈറ്റഡ് ഇൻ റീഡിങ് കൊടുക്കാറുണ്ട്. ഐ ആം ഡിലൈറ്റഡ് ഇൻ റീഡിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം ഈ പ്രിപ്പോസിഷനൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഡിലൈറ്റഡിനൊപ്പം ഇതിന് കുറച്ച് ബഞ്ച് ഓഫ് പ്രിപ്പോസിഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ അറ്റ് വരാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർ വരാം, അതുപോലെ തന്നെ വിത്ത് വരാം. ആ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നത്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നത് ഓൺ ഹൂ. 9ാമത്തെ ചോദ്യമാണ് ഇന്നത്തെ 9ാമത്തെ ചോദ്യം. ഓൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ഓൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. അപ്പോൾ 4 ഓപ്ഷനുകളാണ് അവിടെ ഉള്ളത്. പാഗൻ എന്ന് പറയുന്നൊരു വേർഡുണ്ട്, എത്തീസ്റ്റ് എന്നറിയപ്പെടുന്നൊരു വേർഡുണ്ട്, പിന്നെ ഷാർലാറ്റൻ. അപ്പോൾ അവിടെ CHARLATA എന്നാണ്. അത് ഷാർലാറ്റൻ എന്ന് വായിക്കരുത്, ഷാർലാറ്റൻ എന്ന് വായിക്കണം. സാധാരണയായിട്ട് ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യാറില്ല, സൈലൻ്റ് ആക്കിയാണ് പറയാറുള്ളത്. അപ്പോൾ ഷാർലാറ്റൻ എന്നറിയപ്പെടുന്ന സംഗതിയാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ പെഡാൻറ്റ്. അപ്പോൾ പെഡാൻറ്റ് എന്നറിയപ്പെടുന്ന വേർഡുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട സംഗതി എന്ന് പറയുന്നത് വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ് എന്ന് പറയുമ്പോൾ അവിടെ എത്തീസ്റ്റാണ്. അപ്പോൾ നെസസിറ്റി ഓഫ് ബീങ് എൻ എത്തീസ്റ്റ് PB ഷെല്ലിയുടെ വളരെ പ്രശസ്തമായ ഒരു കൃതി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി നെസസിറ്റി ഓഫ് ബീങ് എൻ എത്തീസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എത്തീസ്റ്റ് എന്നറിയപ്പെടുന്ന വേർഡ് കൊടുത്തു. പിന്നെ ദൈവമുണ്ടോ എന്ന് സംശയിക്കുന്ന ആളാണ്, ഉണ്ടോ ഇല്ലയോ സംശയിക്കുന്ന ആളാണ്. എത്തീസ്റ്റ് എന്ന് പറയുന്നത് ദൈവം ഇല്ല, അപ്പോൾ അയാളെ എത്തീസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ചില ആൾക്കാർ ഇത് ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് എഗ്നോസ്റ്റിക്, AGNOSTIC, എഗ്നോസ്റ്റിക്. പാഗൻ എന്ന് പറയുന്നത് വളരെ പ്രാകൃതമായ ആചാരങ്ങളുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രാകൃതൻ എന്ന് വിളിക്കുക.
പിന്നെ മതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മറ്റൊരു അതുപോലെ തന്നെ മറ്റൊരു വേർഡുണ്ട്, ബിഗട്ട് എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്. അത് മതഭ്രാന്തനാണ്. അമിതമായ മതം തലയിലേക്ക് കയറി മറ്റുള്ള ആൾക്കാരെ നശിപ്പിക്കണമെന്ന് കരുതുന്ന ആൾക്കാരാണ് നമ്മൾ ബിഗട്ടുകൾ എന്ന് വിളിക്കുക, BIGOT. അതുപോലെ തന്നെ ഫെനാറ്റിക്കും, അത് കുറച്ചുകൂടി തീവ്രമായ ആശയഗതികളുള്ള ആൾക്കാരാണ് ഫെനാറ്റിക് എന്ന് വിളിക്കുക. അപ്പോൾ ഇതും ഓർത്തു വെച്ചോളൂ. പിന്നെ പെറ്റാൻറ്റ് വളരെയധികം സ്വന്തം കാര്യത്തിൽ വളരെയധികം എന്ത് ചെയ്യുന്നു, ആത്മവിശ്വാസമുള്ള ആത്മപ്രശംസയൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ നമ്മൾ പെറ്റാൻറ്റുകളെന്ന് വിളിക്കാറുണ്ട്. അതും ഓർത്തു വെച്ചോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേർഡ്. പിന്നെ ലാസ്റ്റിലേക്ക് നമ്മൾ പോകുന്നത് വൺ ഹൂ സ്റ്റഡീസ് ഇൻസെക്ട്സ്. അപ്പോൾ അവിടെ 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് തൊട്ട് മുമ്പ് ഷാർലാറ്റൻ്റെ വേർഡിൻ്റെ മീനിങ് പറയാൻ മറന്നുപോയി. അതായത് മുറിവൈദ്യന്മാരെയാണ്, അതായത് മരുന്നുകളൊക്കെ കൊണ്ട് മറ്റുള്ള ആൾക്കാരെ കൊല്ലുന്ന ആൾക്കാരെയാണ് ഈ ഷാർലാറ്റൻസ്. അവരെ ക്വാക്കുകളെന്ന് വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ QUACK, ക്വാക്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അവർ ഈ മുറിവൈദ്യന്മാരാണ്. ഷാർലാറ്റൻ മുറിവൈദ്യനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉടൻകൊല്ലി വൈദ്യന്മാരെന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഷാർലാറ്റന്മാരെന്ന് വിളിക്കാം. ഓർത്ത് വെച്ചോളൂ. സ്പെല്ലിങ് സി വരുമ്പോൾ എപ്പോഴും CHA വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. അത് ഷായും കായും ചായും ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഷാർലാറ്റൻ എന്ന് വായിക്കാതിരിക്കുക, ഷാലാറ്റൻ എന്നത് വായിക്കുക. ഉടൻകൊല്ലി വൈദ്യനെയാണ് അങ്ങനെ വിളിക്കുക. പിന്നെ വൺ ഹൂ സ്റ്റഡീസ് ഇൻസെക്ട്സ്. അപ്പോൾ അവിടെ നമുക്ക് തന്നെ കുറച്ച് സംഗതികളുള്ളത്. അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകൾ 4 ആർക്കിയോളജിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എൻറ്റമോളജിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ബൊട്ടാണിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ക്യൂറേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കറിയാം വൺ ഹൂ സ്റ്റഡീസ് ഇൻസെക്ട്സ്. അപ്പോൾ എൻറ്റമോളജി എന്ന് പറയുന്ന ഒരു സാധനമാണ്. എൻറ്റമോളജി അത് ഷഡ്പദ വിജ്ഞാനിയാണ്. ഷഡ്പദങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയാണെങ്കിൽ അത് എൻറ്റമോളജിസ്റ്റാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എറ്റിമോളജി ഉണ്ട്. അപ്പോൾ ETY, അപ്പോൾ അത് പദങ്ങളെക്കുറിച്ചുള്ള, അപ്പോൾ സ്റ്റഡി ഓഫ് വേർഡ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. അത് കുറച്ചുകൂടി പോകുമ്പോൾ ലെക്സിക്കോളജി ആവും. കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള സ്റ്റഡിയാണ് ലെക്സിക്കോളജി. അപ്പോൾ പദങ്ങളെക്കുറിച്ചുള്ള പഠന മേഖലയാണ് എറ്റിമോളജി. അതുപോലെ തന്നെ ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനശാഖയാണ് എൻറ്റമോളജി. പിന്നെ ബൊട്ടാണിസ്റ്റ് നിങ്ങൾക്കറിയാം, സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. പിന്നെ ക്യൂറേറ്റർ, പിച്ച്, അതുപോലെ തന്നെ ഇവിടേക്കുള്ള മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്ന ആൾ ക്യൂറേറ്ററാണ്. പിച്ചിനെ പരിപാലിക്കുന്ന ആൾ ക്യൂറേറ്ററാണ്. അപ്പോൾ ഇതൊക്കെ ആർക്കിയോളജിസ്റ്റ് നിങ്ങൾക്കറിയാം, പുരാവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. അപ്പോൾ അവിടെയുള്ള ഉത്തരം എൻറ്റമോളജിസ്റ്റ്. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ ഒരു PSC ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇനി ഇങ്ങനെയുള്ള PSC ടിപ്സുകളുമായിട്ടും ഞാൻ എത്തിച്ചേരും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് ഈ സംഗതിയുടെയൊക്കെ ബേസിക്കൽ സ്ട്രക്ചർ എന്തുകൊണ്ട് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടിപ്സ് അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്.